أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. സദഖല്ലാഹുൽ അലീം. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും തഖ്വ ചെയ്തുകൊണ്ടും അവൻ്റെ ഹലാൽ ഹറാമുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ 2 ഖുത്ബകൾ മനുഷ്യൻ, മുസ്ലിമായ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഖബർ ജീവിതത്തിൽ അവന് ശാന്തിയും സമാധാനവും സൗഖ്യവുമൊക്കെ ലഭിക്കുവാൻ വേണ്ട ചില പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നത്. ഒന്ന് വിജ്ഞാനവുമായി ബന്ധപ്പെട്ടതാണ്. ആളുകളെ പഠിക്കാൻ അനുവദിച്ചു കൊടുക്കുക, പഠിപ്പിക്കുക. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ ദത്തെടുത്തുകൊണ്ട് പഠിപ്പിക്കുക. അത് നാളെ ബർസഖിയായ ജീവിതത്തിൽ ഒരു മുസ്ലിമിന് അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് ആളുകൾ അത്തരത്തിൽ പ്രതിഫലങ്ങൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല ആളുകളും കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ഉപ്പ 2 കുട്ടികളെ ഹിഫ്ള് കോഴ്സിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത് ഫീസൊക്കെ കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഉപ്പയുടെ 2 പ്രായപൂർത്തിയെത്തിയ 2 മക്കളുണ്ട്. ഒരാൾ കല്യാണം കഴിഞ്ഞതാണ്, ഒരാൾ കല്യാണം കഴിയാത്ത ആളാണ്. ആ 2 ആളും ഓരോരോ കുട്ടികളെ ഹിഫ്ള് കോഴ്സിന് വേണ്ടി പാവപ്പെട്ട കുട്ടികളെ പറഞ്ഞയച്ച് സദഖ ജാരിയ എന്ന നിലയ്ക്ക് അവർ അവരുടെ വെല്ലിപ്പാക്കും മറ്റുമൊക്കെ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്. പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ പഠിപ്പിച്ചെടുക്കുക. അത് ഏത് വിദ്യാഭ്യാസമായാലും ശരി, ദീനിയായ വിദ്യാഭ്യാസമായാലും ശരി, ഭൗതികമായ വിദ്യാഭ്യാസമായാലും ശരി, അതിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്താൽ ആ കുട്ടി പഠിച്ച് വലുതാവുന്നു, അതിലൂടെ കുടുംബം ഉണ്ടാവുന്നു. ആ കുടുംബവും എല്ലാവരും നാട്ടുകാരും ഈ പഠിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, കഴിഞ്ഞ ഖുത്ബയിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കി വെച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ വൃക്ഷം വെച്ച് പിടിപ്പിക്കുക, മരം നടുക, അത് വളർത്തി വലുതാക്കുക. അതിലൂടെ കൈകനികൾ ഉണ്ടാവുമ്പോൾ, നാട്ടിന് ഉപകാരപ്പെടുമ്പോൾ, സമൂഹം അതിൽ നിന്ന് ഉപകാരമെടുക്കുമ്പോൾ അതിൻ്റെ ഒക്കെ പ്രതിഫലം നാളെ ഈ നട്ടു വളർത്തി മരിച്ചുപോയ വ്യക്തിക്ക് ഖബർ ജീവിതത്തിൽ അങ്ങേയറ്റം പ്രതിഫലം ലഭിക്കും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന 1, 2, 3 കാര്യങ്ങൾ. അതിലൊന്ന്, ഔ അജ്റ നഹ്റൻ ഔ ഹഫറ ബിറൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, ആരെങ്കിലും ജലസേചനത്തിനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുത്താൽ, അത് ചെറിയ കുളങ്ങൾ കുഴിക്കലാവാം, കിണർ കുഴിക്കലാവാം, നദി സംവിധാനം ഒരുക്കലാവാം, ഏതാവട്ടെ, അത് ആരെങ്കിലും ചെയ്താൽ മനുഷ്യ ജീവിതത്തിന്റെ വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വർത്തമാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആരെങ്കിലും ആ
നിലയ്ക്ക് ചെയ്താൽ അതും നാളെ പരലോകത്ത് ബർസഖിയായ ജീവിതത്തിൽ ഖബർ ജീവിതത്തിലൊക്കെയും പുണ്യം ലഭിക്കുന്ന പ്രധാനപ്പെട്ട സദഖ ജാരിയയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ന് ലോകത്ത് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അഭാവമാണ്. ശുദ്ധിയുള്ള വെള്ളം കിട്ടാനില്ല. വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ 10 വ്യക്തികളിലും ഒരു വ്യക്തി ലോകത്ത് ശുദ്ധവെള്ളത്തിന്റെ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്ക്. എന്ന് വെച്ചാൽ ഏകദേശം കോടിക്കണക്കിലേറെ 600 കോടിയിൽ 700 കോടിയിൽ ഏകദേശം കോടിക്കണക്കിനേറെ ആളുകൾ വെള്ളത്തിന്റെ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പുതിയ സെൻസസ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ ഖബർ ജീവിതത്തിൽ പുണ്യം ലഭിക്കുവാൻ വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വെള്ളം കുടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ആ മേഖലയിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരാളെ വെള്ളം കുടിപ്പിച്ചാൽ അതിന് പോലും പ്രതിഫലമാണ്. നാം സാധാരണ കേട്ട ഒരു കഥയുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കഥ. ഒരു ചങ്ങാതി മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അങ്ങേയറ്റത്തെ കഠിനമായ ദാഹം. അപ്പൊ അടുത്ത് കണ്ട ഒരു ചെറിയ കിണർ, ആ കിണറിൽ ഇറങ്ങി ദാഹിച്ചു വലഞ്ഞ മനുഷ്യൻ വെള്ളം ആ കിണറിൽ നിന്ന് എടുത്തു കുടിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യന്റെ ദാഹത്തിന്റെ പ്രശ്നം എല്ലാവർക്കും അറിയാം. ഗസയിലെ മുസ്ലിം സമുദായം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഭക്ഷണത്തെക്കാൾ വെള്ളം കിട്ടാത്ത പ്രശ്നമാണ്. ശുദ്ധജലം കിട്ടാനില്ല. ജലം അപ്പുറത്തുണ്ട്, വെള്ളം അപ്പുറത്തുണ്ട്, വെള്ളം അതിർത്തികളിലുണ്ട്, തൊട്ടടുത്തുള്ള അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിലുണ്ട്. പക്ഷേ വെള്ളം അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുകയില്ല. ആ രീതിയിൽ വെള്ളത്തിന്റെ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ളവർ. ദാഹിച്ച് വലയുന്ന മനുഷ്യന് ഒരു അല്പം വെള്ളം കിട്ടിയാൽ ആ മനുഷ്യൻ നെടുവീർപ്പിടും, ദാഹം ശമിച്ചതിന്റെ പേരിൽ. ആ നെടുവീർപ്പ് നാം ഒക്കെ പലപ്പോഴും കണ്ടതും അനുഭവിച്ചതും എപ്പോഴാണ്? റമദാനിലാണ്. റമദാനിൽ ദീർഘമായ പകലുകൾ നോമ്പനുഷ്ഠിച്ചതിന് ശേഷം ആ നോമ്പ് തുറക്കുന്ന ഒരു രംഗമുണ്ട്. വല്ലാത്തൊരു രംഗമാണ് ആ രംഗം. ആ രംഗം വെള്ളം കുടിച്ചാൽ നമുക്കൊരു സമാധാനം ലഭിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. പടച്ചവനെ, 10-13 മണിക്കൂർ ഞാൻ വെള്ളത്തിന് അമിതമായ ശക്തമായ ദാഹമുണ്ടായിരുന്നു, നിനക്ക് വേണ്ടി ഞാൻ അത് ഒഴിവാക്കി. ഇപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് തുറക്കുന്നു. ദാഹം പോയി. എല്ലാ ഞരമ്പുകൾക്കും ഒരു നവോന്മേഷം ലഭിച്ചു. ഇനി ആ നോമ്പിന്റെ പ്രതിഫലം നീയാണ് തരേണ്ടത്, മിക്കവാറും അത് സ്ഥിരപ്പെടും എന്ന് പ്രാർത്ഥിക്കണം. ഈ ഒരു അവസ്ഥ ഗസയിലെ മുസ്ലിം സമുദായം ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഇതനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു തരുന്നത്. ദാഹിച്ചു വലഞ്ഞ ഒരു മനുഷ്യൻ ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടി കിലോമീറ്ററുകൾ യാത്ര ചെയ്യുകയാണ്. അപ്പോഴാണ് ഒരു കിണർ കണ്ടത്. ആ കിണറിലേക്ക് ആ മനുഷ്യൻ ഇറങ്ങി. എന്നിട്ട് വെള്ളം കപ്പിയും കയറൊന്നും കിണറ്റിലില്ല. കിണറിലേക്ക് ഇറങ്ങി അദ്ദേഹം വെള്ളം കുടിച്ചു കയറി പുറത്തേക്ക് എത്തിയപ്പോൾ അപ്പോഴുണ്ട് ഒരു നായ ദാഹിച്ച് വലഞ്ഞ് ദാഹം തീർക്കാൻ വേണ്ടി മണ്ണിങ്ങനെ കപ്പുകയാണ്. അത് ഇയാൾ കണ്ടു. അയാൾക്ക് മനസ്സിലായി, എനിക്ക് ഉണ്ടായ ഇതേ അവസ്ഥയാണ് ഈ നായക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്റെ ദാഹം ശമിപ്പിക്കാൻ നിവൃത്തിയില്ലാതായപ്പോഴാണ് ഞാൻ കിണർ കണ്ടപ്പോൾ കിണറിലേക്ക് ഇറങ്ങി. എന്നിട്ടാണ് ഞാൻ വെള്ളം കുടിച്ചത്. എന്റെ ദാഹം ശമിച്ച് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഇതാ ഒരു നായ പ്രയാസം അനുഭവിക്കുന്നു, മണ്ണ് തിന്നുകയാണ് ദാഹിച്ചിട്ട്. സുമ്മ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും അദ്ദേഹം കിണറിലേക്ക് ഇറങ്ങി തന്റെ ഷൂസ്
ഇന്നത്തെ കാലത്ത് ഷൂസ് എന്നൊക്കെ കൂട്ടിക്കൊള്ളി. ആ ഷൂ അദ്ദേഹം ഊരി, എന്നിട്ട് കിണറ്റിലിറങ്ങിയിട്ട് ഷൂവിൽ വെള്ളം നിറച്ചു. നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യാം? ഒരു മഴക്കാലായാൽ ചെരുപ്പിൽ ചളിയാവാതിരിക്കാൻ, ഷൂ നനയാതിരിക്കുവാൻ, ആരെങ്കിലും ഒരാൾ ഷൂവിൽ ചവിട്ടിയാൽ അവനൊരു പ്രാക്കുണ്ട്, എന്തെല്ലാം സംഗതികൾ ചെയ്യും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ഇവിടെ ഈ മനുഷ്യൻ കിണറിലേക്ക് ഇറങ്ങി തന്റെ ഷൂവിൽ വെള്ളം നിറച്ച്, എന്നിട്ട് എങ്ങനെ കയറണ്ടേ? ഹദീസിൽ കാണുവാൻ സാധിക്കും, തന്റെ വായ കൊണ്ട് ആ ഷൂ കടിച്ചു പിടിച്ചു. ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഷൂവിൽ വെള്ളം നിറച്ച് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് അദ്ദേഹം കയറുന്നു. എന്നിട്ട് ആ നായക്ക് വെള്ളം കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂൽ പറയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയുന്നു, അള്ളാഹ് ആ വിഷയത്തിൽ ഇടപെട്ടു. സഹോദരന്മാരെ, അള്ളാഹ് ആ മനുഷ്യനോട് ശക്കറല്ലാഹു ലഹു, താങ്ക്സ് പറഞ്ഞു. ഒരു നായ, ദാഹിച്ചു പറഞ്ഞ നായക്ക് വെള്ളം കഷ്ടപ്പെടുത്തു കൊടുത്ത ഈ രംഗം കണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ഫശക്കറ ലഹു, ആ മനുഷ്യനോട് താങ്ക്സ് പറഞ്ഞു. തീർന്നില്ല, ഫഗഫറ ലഹു, എല്ലാ പാപങ്ങളും അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. അതുവരെ ആ മനുഷ്യൻ എന്തെല്ലാം ചെയ്തു അതെല്ലാം പുറത്തു കൊടുത്തു. ഇത് കേട്ട സഹാബി വര്യന്മാർ ഈ കഥ കേട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, വ ഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റാ, നാൽക്കാലികളിലും നമുക്ക് പ്രതിഫലം ലഭിക്കുമോ? ഒരു നായയ്ക്ക്, ഒരു മൃഗത്തിന് വെള്ളം കൊടുത്തതിന്റെ പേരിൽ നാളെ എനിക്ക് പരലോകത്തും എന്റെ ബർസഖിയായ ജീവിതത്തിലും പ്രതിഫലം ലഭിക്കുമോ റസൂലേ? സഹാബികൾ വല്ലാത്ത ചോദ്യമാ ചോദിച്ചത്. ഒരുപക്ഷെ അവർ അത്തരമൊരു വിഷയം നേരത്തെ കേട്ടിട്ടുണ്ടാവുകയില്ല, അങ്ങനെ ഒരു നിർദ്ദേശം അവരുടെ മുമ്പിൽ വന്നിട്ടുണ്ടാവുകയില്ല. പക്ഷെ ഈ സംഭവം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വിശദീകരിച്ചപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടിയുണ്ട്. എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട മറുപടിയാണത്. ഫീ കുല്ലി കബ്ദിൻ റുത്ബത്തിൻ അജ്റുൻ, നനവുള്ള, ജീവനുള്ള ഏത് വസ്തുവാവട്ടെ അതിന് വെള്ളം കുടിപ്പിച്ചാൽ, അത് മനുഷ്യനാവട്ടെ, മൃഗമാവട്ടെ, പക്ഷിയാവട്ടെ, ഏതാവട്ടെ, അതിന് വെള്ളം കൊടുത്താൽ, വെള്ളം കുടിപ്പിച്ചാൽ അതിന്റെ പ്രതിഫലം നാളെ നിനക്ക് ലഭിക്കും. ഇവിടെ എന്താ ചെയ്തത്? നായക്ക് വെള്ളം കൊടുത്ത ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്ക്സ് പറയുന്നു, അവന്റെ എല്ലാ തെറ്റുകളും പുറത്തു കൊടുത്തു എന്ന് അറിയിച്ചിരിക്കുന്നു. ഇവിടെയാണ് നായയെ വെള്ളം കുടിപ്പിച്ചതിന് ഇത്രമാത്രം അള്ളാഹു ഇടപെട്ടുകൊണ്ട് ചില കമന്റുകൾ പറഞ്ഞു എങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വെള്ളത്തിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിക്കൊടുത്താൽ അള്ളാഹു എത്രമാത്രം നന്ദി നമ്മോട് പറയും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ചില ആളുകളൊക്കെ ഇങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, ഉറങ്ങാൻ വേണ്ടി പള്ളിക്ക് വന്ന പോലെ. വെള്ളിയാഴ്ച ഞാൻ അങ്ങനെ മിക്കവാറും ഖുത്ബ പറയുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പറയും, ഈ ഇടയ്ക്കൊരു ഈ കൊട്ട് അതിന് വേണ്ടിയിട്ടാണ്, ഒന്ന് ഉണരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചില ആൾക്കാർ പറയും ഖുത്ബൊക്കെ കൊള്ളാം, പക്ഷെ കൊട്ട് ബോറാണ് എന്ന് പറയും. എന്താ, മൂപ്പര് എല്ലാം ഉറക്കത്തിലാണ്, ഉറക്കം തകരാറാവുകയാണ്. അപ്പൊ കൊട്ട് ബോറാണ്, മേശപ്പുറത്ത് അടിക്കുന്നത് ബോറാണെന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്. ചുമര് ചാരി ഇരുന്നിട്ട് അങ്ങനെ ഉറങ്ങി കൊടുക്കുക, ഫാനും തണുപ്പും അന്തരീക്ഷം. വെള്ളിയാഴ്ച ആകെ ഒരു ദിവസം ഉണ്ടാവുക, അള്ളാഹ് വിളിച്ചിട്ടാ വരുന്നത്. ഈ പള്ളിയിലെ ഖത്തീബ് വിളിച്ച ആരെങ്കിലും വരുമോ? ഈ പള്ളി പ്രസിഡന്റ് വിളിച്ച ആരെങ്കിലും വരുമോ? മഹല് പ്രസിഡന്റ് വിളിച്ച ആരെങ്കിലും വരുമോ? ആരും വരൂല. നിങ്ങളൊക്കെ ഇപ്പൊ അവിടെ എത്തിയത് എന്തുകൊണ്ടാണ്? അള്ളാഹ് വിളിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങളെ വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, വേഗം പള്ളിക്ക് പോകണം. പള്ളിയിൽ വന്നു പിന്നെ ഇരുന്ന് ഉറങ്ങുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഉറക്കം തരാതിരിക്കാനുള്ള പരിപാടികൾ ചെയ്യണം. അപ്പൊ ഇതിന് എന്ത് വേണം? തലേ ദിവസം തന്നെ നേരത്തെ കടന്നു ഉറങ്ങണം. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ജുമുഅ സജീവമായി നമ്മുടെ മനസ്സിൽ ഖുത്ബയും വിഷയങ്ങളൊക്കെ തലയിൽ കയറണമെങ്കിൽ ശരീരത്തിന് ആവതുണ്ടാവണം, ഉന്മേഷം ഉണ്ടാവണം. അപ്പൊ അതിന് തലേ ദിവസം നേരത്തെ ഒന്ന് ഉറങ്ങിയാൽ, അതുപോലെ ഇബാദത്താണ് നേരത്തെ ഇതിനു വേണ്ടി ഉറങ്ങിയാൽ. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. അപ്പൊ ഏതായാലും ഉറങ്ങുന്ന ആളുകളൊക്കെ ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഉണർത്തി കൊടുക്കുക. ഉറങ്ങുന്ന ആളുകളെ ഉറങ്ങാൻ വിടരുത്. ചിലപ്പോൾ ചില ആൾക്കാർ ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കുന്നതൊക്കെ അടുത്തിരിക്കുന്ന ആൾക്കാർ കേൾക്കും.
നാണക്കേടാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിലാണ് ഈ മനുഷ്യനോട് നന്ദി പറഞ്ഞത്, ആ മനുഷ്യന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തത്. അപ്പോ മനുഷ്യർക്കാണ് ഈ നന്മ നാം ചെയ്യുന്നത് എങ്കിൽ എന്തോരും അല്ലാഹ് നമുക്ക് താങ്ക്സ് പറയും, നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. ആ സദഖ ജാരിയയാണ് വെള്ളം കുടിപ്പിക്കുവാനുള്ള സംവിധാനം ഒരുക്കുകയാണ് ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കിണർ കുഴിച്ചു കൊടുക്കുക. മൻ ഹഫറ ബിഅറൻ ഫശരിബ മിൻഹു ഇൻസാനുൻ ഔ ത്വാഇറുൻ ഔ ബഹീമത്തുൻ കാന ലഹു മിസ്ല അജ്രിഹി. ആരെങ്കിലും ഒരുത്തൻ കിണർ കുഴിച്ചു കൊടുത്തു, എന്നിട്ട് ആളുകളൊക്കെ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, പക്ഷികൾ മൃഗങ്ങളൊക്കെ ആ വെള്ളം ഉപയോഗപ്പെടുത്തുന്നു എങ്കിൽ അതിന്റെ എല്ലാ പ്രതിഫലവും ഈ കിണർ കുഴിച്ച ആൾക്ക് നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സഹാബിയുടെ ഉമ്മ മരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയുടെ അടുത്ത് വന്ന് പറയാണ്, യാ റസൂലല്ലാഹ്, റസൂലേ, ഇന്ന ഉമ്മി മാതത്, എന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. അഫ അതസദ്ദഖു അൻഹ, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി അല്ലെങ്കിൽ ഉപ്പാക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു സദഖ ജാരിയ ചെയ്യട്ടെ? ആളുകൾ ചോദിക്കാം, മക്കൾ ചോദിക്കാൻ. അതാ മാതാവിനോട് പിതാവിനോടുള്ള കടപ്പാട്. മാതാവും പിതാവും മരിച്ച ഒരു മക്കൾക്ക് ചോദിക്കാൻ കഴിയണം. എല്ലാവരും കൂടിയിരുന്ന് മക്കള് വാപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സദഖ ജാരിയ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പരിചയമുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മൂത്തച്ഛൻ തന്നെ, വൈഫിന്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ്. അദ്ദേഹം തലശ്ശേരി ചമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് വാപ്പാക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗൾഫ് മോഡൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. തീർന്നില്ല, ആ പള്ളിയോടനുബന്ധിച്ച് 3 കുടുംബത്തിന് താമസിക്കാനുള്ള വീട്, അതിലൊരു വീട് ഇമാമിനുള്ള വീടാണ്, പള്ളിയിൽ ജോലി ചെയ്യുന്ന ഇമാമിനുള്ള വീടാണ്, സൗകര്യമാണ്. ഇങ്ങനെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടിയിരുന്ന് ചെയ്യുന്നു, ഒറ്റയ്ക്ക് ചെയ്യുന്നു, വാപ്പാക്ക് വേണ്ടി, മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ചെയ്യുന്ന. അങ്ങനെ ഒരു മനസ്സ് വരണമെങ്കിൽ ദീനിയായ ജീവിതമുള്ള ആളുകളിൽ നിന്ന് അത്തരം മനസ്സുണ്ടാവുകയുള്ളൂ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സഹാബി ചോദിക്കാണ്, അഫ അതസദ്ദഖു അൻഹ, ഞാൻ എന്തെങ്കിലും സദഖ ജാരിയ ഉദ്ദേശിക്കുന്നിട്ട് ചെയ്തോട്ടെ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം, അതെന്താ, ചെയ്തോളൂ. അപ്പൊ ഈ സഹാബി ഖുൽതു, ഞാൻ ചോദിച്ചു, ഫഅയ്യു സ്വദഖത്തി അഫ്ളൽ, സദഖ ജാരിയ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, അത് ഏറ്റവും നല്ല സദഖ ജാരിയ ഏതാണ് റസൂലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സഖിയുൽ മാ, വെള്ളം കുടിപ്പിക്കലാണ് ഏറ്റവും സദഖ ജാരിയ എന്ന് വെച്ചാൽ കിണർ കുഴിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സദഖ ജാരിയകളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടില് മരിച്ചുപോയ പിതാക്കളുണ്ട്, മാതാക്കളുണ്ട്, അവരുടെ മക്കളുണ്ട്, സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്. മക്കളൊക്കെ അടിച്ചു പൊളിച്ച് എല്ലാവരും കൂടി ഈ ഭൂമിയിൽ ദുനിയാവിലൊക്കെ ജീവിച്ച് തീർക്കാണ്. പക്ഷേ നാം ഇപ്പോൾ നമ്മുടെ എല്ലാം ഇതിന്റെയൊക്കെ ഉത്തരവാദി നമ്മുടെ വാപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്. അതുകൊണ്ട് മരിച്ചുപോയ അവർക്ക് വേണ്ടി ഒരു സ്വദഖ ജാരിയ എന്ന നിലയ്ക്ക് കുടുംബത്തിലെ മുതിർന്ന ആള് അനുജന്മാരെയും ജ്യേഷ്ഠന്മാരെയും പെങ്ങന്മാരെയും അളിയന്മാരെയും എല്ലാവരെയും കൂടി വിളിച്ചുകൊണ്ട് ഒരു ഗൃഹയോഗമൊക്കെ നടത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, ഒരു സദഖ ജാരിയ ചെയ്യണ്ടേ, ചർച്ച ചെയ്യണം, തീരുമാനിക്കണം. ഒറ്റയ്ക്കാവാം, കൂട്ടായിട്ടാവാം. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത്. മദീനയിൽ ശക്തമായ കുടിവെള്ള പ്രശ്നമുണ്ടായി. സഹാബികളൊക്കെ അങ്ങേയറ്റ പ്രയാസം അനുഭവിച്ചു. ആകെ ആ പരിസരത്ത് സഹാബികൾക്ക് വെള്ളത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിണറാണ് ഉണ്ടായിരുന്നത്. ചരിത്രത്തിൽ നാം പലപ്പോഴും കേട്ടതാണ്. ആ കിണറാണ് ബിഅ്റു റൂമ എന്ന് പറയുന്ന കിണർ. ഇതൊരു ജൂതന്റെ കൈവശമായിരുന്നു. അതിലാണ് നല്ല വെള്ളമുള്ളത്. ഈ ജൂതനാണെങ്കിലോ യഹ്തകിറുഹാ റജുലുൻ മിനൽ മദീന, ആ വെള്ളം പൂത്തിവെക്കും, കൊടുക്കുകയില്ല. വകാന അന്നാസു ലാ യശ്രിബൂന മിൻഹാ ഇല്ലാ ബിസമൻ, കാശ് കൊടുത്താൽ മാത്രമേ വെള്ളം കൊടുക്കുകയുള്ളൂ. ഇത് ജനങ്ങൾക്ക് വലിയ പ്രയാസമായി. ഈ പ്രയാസം അറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജൂതന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, ഫഖാല ലഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅനിഹാ ബിഅയ്രിൻ ഫിൽ ജന്ന. യഹൂദിയാണ്, പരലോക വിശ്വാസമുള്ള ആളാണ്, സ്വർഗനരകമൊക്കെ വിശ്വാസമുള്ള ആളാണ്. ആ യഹൂദിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ആ കിണർ വിറ്റു, എനിക്ക് വിറ്റൂടെ, നാളെ സ്വർഗത്തിലൊരു കിണർ തരാം, നാളെ സ്വർഗത്തിലൊരു കിണർ തരാം എന്ന് പറഞ്ഞു. ഈ വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൈസ ലീ വലി ഇയാലി ഗൈറുഹാ വലാ അസ്തതിഉ ദാലിക. എന്റെ ജീവിതത്തിൽ ആകെ എനിക്കുള്ള ഒരു വരുമാനത്തിനുള്ള സോഴ്സ് ഇത് മാത്രമേ ഉള്ളൂ. വെള്ളം കൊടുത്താൽ കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞാൻ എന്റെ കുടുംബമൊക്കെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഹീന ഇദിൽ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇഷ്തറാ ബിഅറ റൂമ ഫലഹുൽ ജന്ന. സഹാബികൾക്ക് കുടിക്കാൻ വെള്ളമല്ല പ്രയാസം, ഇത് റസൂലുള്ളാഹി നേർക്ക് നേരെ കാണാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻ ഇഷ്തറാ ബിഅറ റൂമ ഫലഹുൽ ജന്ന. ആരാണ് ഈ റോമ കിണർ വില കൊടുത്തു വാങ്ങുക, അവർക്ക് സ്വർഗം എന്ന് പറഞ്ഞു. വഫി റിവായത്തിൻ ഉഖറ മൻ ഹഫറ ബിഅറ റോമ ഫലഹുൽ ജന്ന. ആര് ബിഅർ റോമ വാങ്ങി, അത് ബിഅർ റോമ വാങ്ങുന്നതോ അവർക്ക് സ്വർഗം ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ശബ്ദം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതജഅലു ലി മിസ്ലല്ലദീ ജഅൽത ലഹു ഐനൻ ഫിൽ ജന്ന ഇൻ ഇശ്തറൈതുഹാ. ഞാൻ ആ കിണർ വാങ്ങിച്ചു കൊടുത്താൽ താങ്കൾ ആ യഹൂദിക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തതുപോലെ എനിക്കും സ്വർഗം കിട്ടുമോ റസൂലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം. അതെന്താ സംശയം ഉസ്മാനെ, തീർച്ചയാണ് ലഭിക്കും. فقال عثمان فقد اشتريتها وجعلتها للمسلمين. എന്നാ ഞാൻ അത് വാങ്ങി, അത് മുസ്ലിങ്ങൾക്ക് ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 തവണയായിട്ടാണ് ആ കിണർ വാങ്ങിയത്. അതിൽ ഏകദേശം കണക്കൊക്കെ പറയുന്നു 35,000 ദിർഹം, ഏകദേശം 35,000 ദിർഹം കൊടുത്ത ഒന്നാം ഘട്ടം കൊടുത്തിട്ടാണ് കിണർ വാങ്ങിയത്. 35,000, അന്നത്തെ 35,000 ദിർഹം എത്രയായിരിക്കും വില? പിന്നീട് രണ്ടാം ഘട്ടം വീണ്ടും അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബി 8,000 ദിർഹം, 8,000 ദിർഹം രണ്ടാം വട്ടവും കൊടുത്തു. ഒന്നാം വട്ടം 35,000 ദിർഹം കൊടുത്തപ്പോ ഈ യഹൂദിയായ വ്യക്തി ഒരു ദിവസം യഹൂദിയായ ആ വ്യക്തി കിണർ ഉപയോഗിക്കും, രണ്ടാമത്തെ ദിവസം മുസ്ലിങ്ങൾ, അങ്ങനെ മാറി മാറിയിട്ടായിരുന്നു. രണ്ടാം ഘട്ടം കാശും കൂടി കൊടുത്തപ്പോ ആ യഹൂദി പൂർണ്ണമായിട്ടും ആ കിണർ വിട്ടുകൊടുത്തു. മുസ്ലിങ്ങൾക്ക് സന്തോഷമായി, കുടിക്കാൻ നല്ല വെള്ളം കിട്ടി. ഈ സംഭവമൊക്കെ എന്താ നമുക്ക് പഠിപ്പിച്ചിരുന്നത്? കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് സദഖ ജാരിയയാണ്. ഇന്നും ആ ബിഅർ റോമ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിയ ആ കിണർ ഇന്നും മദീനയിൽ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്ര പ്രതിഫലമായിരിക്കും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാരിക്കൂട്ടുന്നത്, എത്ര പ്രതിഫലമാണ്. സദഖ ജാരിയയാണ്, ഇന്നും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതേപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കിണർ, ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു കിണറുണ്ട്, ബിഅർ സുബൈദ. സുബൈദയുടെ കിണർ, അത് ഏറ്റവും വലിയ പ്രൊജക്റ്റ് ആയിരുന്നു. അത് ഏകദേശം ഹിജ്റ 186 സംഭവം. ഖലീഫ ഹാറൂൺ റഷീദിന്റെ ഭാര്യ ഹജ്ജിന് വേണ്ടി പോയപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഹജ്ജിന് പോകുന്ന ഉംറക്കൊക്കെ പോകുന്ന ആളുകൾക്ക് കുടിക്കുവാനും മറ്റുമൊക്കെ വെള്ളം വളരെ കുറവാണ്, പ്രയാസം അനുഭവിക്കണം. ആ സന്ദർഭത്തിൽ ഖലീഫ ഹാറൂൺ റഷീദിന്റെ ഭാര്യ സുബൈദ അവർ ആളുകളെ വിളിച്ചുകൂട്ടി, പ്രസിദ്ധരായ എഞ്ചിനീയേഴ്സിനൊക്കെ വിളിച്ചുകൂട്ടി തന്റെ ആശയം മുമ്പിൽ വെച്ചു. എഞ്ചിനീയേഴ്സ് എല്ലാവരും പറഞ്ഞു, വളരെ റിസ്ക്കാണ്, എത്രങ്ങാനും കിലോമീറ്ററുകൾ അതിനു വേണ്ടിയിട്ട് സാമ്പത്തികം എല്ലാം പ്രശ്നമാണ്. പക്ഷേ ഈ സ്ത്രീ അവരോട് പറഞ്ഞു, പൈസ നിങ്ങൾ വിഷയമാക്കണ്ട. അന്നത്തെ 500,000 ദീനാറിന്റെ പ്രൊജക്റ്റായിരുന്നു ബിഅർ സുബൈദ. ഏകദേശം ഹിജ്റ 1300 വരെയും ബിഅർ സുബൈദ എന്ന് പറയുന്ന കിണറിൽ നിന്ന് ഹജ്ജിന് വരുന്ന എല്ലാ ആളുകളും ആ കിണർ ഉപയോഗിച്ചുകൊണ്ടാണ് അന്നത്തെ എല്ലാ പ്രശ്നങ്ങളും, കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കിണർ കുഴിച്ചു കൊടുക്കുക അർഹരായ നമ്മുടെയൊക്കെ നാട്ടിൽ പല 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 ഭാഗം വെള്ളം കിട്ടാത്ത ആളുകളുണ്ട്. വെള്ളത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, നിങ്ങൾ എറണാകുളം ജില്ലയിലെ കടലോര പ്രദേശങ്ങളിൽ വൈപ്പിന്റെ ഏരിയയൊക്കെ ഒന്ന് പോയി നോക്കി, തൊട്ടപ്പുറത്ത് കടല, പക്ഷെ കുടിക്കാൻ വെള്ളമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി,
കടല് വെള്ളം വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരാം, പക്ഷെ കുടിക്കാൻ അവർക്ക് വെള്ളമല്ല, നല്ല വെള്ളം അവർക്കില്ല. ആ പ്രദേശത്തൊക്കെ പല ആളുകളും ആ വീടുകളിലൊക്കെ കുടിവെള്ളം എത്തിക്കുവാൻ, ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുവാൻ പല ധനികരായ സാമ്പത്തിക ശേഷിയുള്ള നല്ല മനസ്കരായ ആളുകൾ നന്നായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സദക്ക ജാരിയപ്പെട്ടതാണ്. അതേപോലെ പ്രയാസം അനുഭവിക്കുന്ന പ്രദേശം തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു കിണർ കുഴിച്ചു കൊടുക്കുന്നത് വാപ്പാക്കായിക്കോട്ടെ, ഇനി അവനവര് തന്നെ ആവാം, ഉമ്മാന്റെ പേരിലാവാം. ഇങ്ങനെയൊക്കെ നാം കണ്ടെത്തി ചെയ്താൽ അതിന്റെ പ്രതിഫലം സദഖ ജാരിയ എന്നെന്നും ഖബറിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ഹദീസിൽ നമ്മെ പഠിപ്പിച്ചത് പള്ളി ഉണ്ടാക്കി കൊടുക്കണം. പള്ളി ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അള്ളാഹുവിന്റെ റസൂലിന് അങ്ങാടിയേക്കാൾ ഏറ്റവും ഇഷ്ടം പള്ളിയാണ്. വൽ മസാജിദു അഹബ്ബുൽ ബഖാഇ ഇലല്ലാഹ്, അള്ളാഹുവിന് അങ്ങാടിയേക്കാൾ ഏറ്റവും ഇഷ്ടം പള്ളിയാണ് എന്നാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. മറ്റൊരു ഹദീസ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം പള്ളികളാണ്, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പും അങ്ങാടികളാണ്. അതിനൊക്കെ വിശദീകരണമൊക്കെ വേറെ തന്നെ പറയേണ്ടതാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്ത് വന്നതിന് ശേഷം ആദ്യമായി അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത് പള്ളി ഉണ്ടാക്കലാണ്. മുസ്ലിം സമൂഹം, ഒരു രാഷ്ട്രം, മുസ്ലിം സമൂഹത്തിന് ഒരു നാട് മുസ്ലിം സമൂഹത്തിന്റെ കീഴിലേക്ക് വന്നാൽ മുസ്ലിം രാഷ്ട്രത്തിന്റെ ഖലീഫ ആ രാഷ്ട്രത്തിൽ ആദ്യമായി ചെയ്തത് 2 പ്രവർത്തനങ്ങളാണ്. ഒന്ന്, കൃഷിക്കുള്ള സംവിധാനം ഒരുക്കലായിരുന്നു. 2, അള്ളാഹുവിന്റെ ഭവനം, അള്ളാഹുവിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കി കൊടുക്കലായിരുന്നു. ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മുസ്ലിം ഉമ്മത്തിനെ ഉണർത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ പല ഭാഗത്തു നിന്നും ആ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്നും വരും. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറയുന്നു, ഒരൊറ്റ കേസും നിങ്ങൾ ഒഴിവാക്കരുത്. ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരാം, ഒരു മുസല്ലയുടെ കാശ് ചോദിച്ചുകൊണ്ടേ വരാം. ഒരു മുസല്ല, ചിലപ്പോൾ ഒരു മുസല്ലയ്ക്ക് പ്രവേശത്തിന്റെ കിടപ്പനുസരിച്ച് കാശ് കൂടും കുറയൊക്കെ ചെയ്യും. ഞാൻ പറയുന്നു, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ആരൊക്കെയുണ്ടോ, മിഡിൽ ക്ലാസ് ആയാലും ശരി, എല്ലാവരും അത്തരം കേസുകൾ വന്നാൽ ഉടനെ അതിൽ ഇടപെടണം. എന്റെ ഒരു ഓഹരി ഇതാ പിടിച്ചോളൂ, സന്തോഷത്തോടു കൂടി കൊടുക്കണം. കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളി നിർമ്മിക്കുന്ന സമയത്ത് ഒരാള് ഒരു പക്ഷിക്കൂടിന്റെ വലിപ്പത്തിലുള്ള ഒരു സ്ഥലത്തിനാണ് ക്യാഷ് കൊടുത്തത് എങ്കിൽ അതിന് പോലും സദഖ ജാരിയ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽ പറഞ്ഞു. ഒരു പക്ഷിക്കൂടിന് എത്ര സ്ഥലം വേണം? ആ സ്ഥലത്തിന് പോലും ക്യാഷ് കൊടുത്താൽ, ഷെയർ കൊടുത്താൽ, അതുപോലും സദഖ ജാരിയയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഹദീസിൽ കാണുവാൻ സാധിക്കും, മഫ്ഹസുൽ ഖതാത്തി, പക്ഷിയുടെ കൂട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പരലോകത്ത് പ്രതിഫലം, മരിച്ചതിന് ശേഷം ഖബറിൽ നിരന്തരമായി പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില കർമ്മങ്ങളാണ്. അതിൽ അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 എണ്ണം. അതിൽ ഒന്ന്, മുസ്ഹഫൻ വറഫഹു, മുസ്ഹഫ് കൊടുക്കുക പള്ളിയിലേക്ക്. പല ഭാഗത്തും മുസ്ഹഫ് ഇറങ്ങുന്നുണ്ട്. വാടാനപ്പള്ളിയിൽ ഒരുമ പ്രസ് ഉണ്ട്, അവർ മുസ്ഹഫ് ഇറക്കുന്നുണ്ട്. കാശ് കൊടുത്താൽ മുസ്ഹഫ് നമുക്ക് കിട്ടും. എന്നിട്ട് പള്ളികളിലേക്ക് കൊടുത്തു നോക്കി ഓതുമ്പോൾ അതിന്റെ പ്രതിഫലം ലഭിക്കും. ഖുർആന്റെ പരിഭാഷകളുണ്ട്, മലയാളത്തിൽ വ്യത്യസ്തമായ പരിഭാഷകളുണ്ട്. മുമ്പ് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു, പരിശുദ്ധ ഖുർആന്റെ പരിഭാഷ, അമാനി മലിയുടെ തഫ്സീർ, തഫ്ഹീമുൽ ഖുർആൻ, അതേപോലെ തന്നെ കൂറ്റനാട് പട്ടാമ്പിയിലെ കൂറ്റനാട് ഉസ്താദ് ഉണ്ട്. കൂറ്റനാട് ഉസ്താദ് സുന്നി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു മലയാളത്തിൽ ചെറിയ പരിഭാഷയുണ്ട്, നല്ല രസമുള്ള പരിഭാഷയാണ് വായിക്കാൻ. ഇതെല്ലാം നമ്മുടെ എല്ലാ പള്ളികളിലും ഇതൊക്കെ ഉണ്ടാവണം. ഓഫർ കൊടുക്കില്ല. ഞാൻ കഴിഞ്ഞ ഖുത്ബ പറഞ്ഞതിന് ശേഷം ആരെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ഓഫർ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ അതിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ഖുർആന്റെ പരിഭാഷ ഇന്ന പള്ളിയിൽ, ഇന്ന പള്ളികളിൽ എന്റെ വക കടക്കട്ട ഖുർആന്റെ പരിഭാഷ, ഹദീസിന്റെ പരിഭാഷ, ബുഖാരിയുടെ പരിഭാഷ IPH ഇറക്കിയിട്ടുണ്ട്, മുസ്ലിമിന്റെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്, അബൂദാവൂദിന്റെ പരിഭാഷയുണ്ട്, തിർമിദിയുടെ മലയാളം പരിഭാഷയുണ്ട്. ഒരു കോപ്പി വാങ്ങുക, പള്ളികളിലേക്ക് കൊടുക്കുക. അത് ആളുകൾ വായിക്കുമ്പോൾ അതിന്റെ ഒക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വലദൻ സാലിഹൻ യദ്ഉ ലഹു, നല്ല സന്താനത്തെ വളർത്തി വലുതാക്കിയാൽ അതും സദഖ ജാരിയയാണ്.
മക്കളെ കൊണ്ട് വിഷമിക്കുന്ന കാലഘട്ടം. ആ മക്കൾക്ക് വേണ്ടി കാത്തിരുന്ന് കിട്ടിയ ആൺമക്കള് പറയിപ്പിക്കുന്ന ആൺമക്കളായിട്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെൺമക്കൾക്ക് വേണ്ടി കാത്തിരുന്ന് പെൺമക്കൾ കിട്ടി ആ പെണ്ണ് മാതാവിനെയും പിതാവിനെയും പ്രയാസപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, നന്നായി വളർത്തി വലുതാക്കിയാൽ, ഇസ്ലാമും ഈമാനും പഠിപ്പിച്ച് ആ വിവരങ്ങളൊക്കെ അവർക്ക് ഇസ്ലാമിക വിവരം നൽകി അവരെ വളർത്തി വലുതാക്കിയാൽ നമുക്ക് സമാധാനത്തോടു കൂടി കണ്ണടക്കാൻ കഴിയും. എന്താ കാരണം? എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ഖബറിൽ വരും, എൻ്റെ വാപ്പാ, പേരെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും, എൻ്റെ വാപ്പാന്റെ ഖബറാണ് കേട്ടോ, ഒന്നും പോയിട്ട് വരാം. ഈ ഒരു അവസ്ഥയിലേക്ക് മക്കൾ വളരണമെങ്കിൽ നല്ല ത്യാഗം ചെയ്യണം, നല്ല സമർപ്പണം വേണം, നല്ല പ്രാർത്ഥന വേണം. അങ്ങനെ ചെയ്താൽ ആ മക്കൾ സദഖ ജാരിയയാണ്, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശദീകരിക്കപ്പെട്ട സദഖ ജാരിയകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വെള്ളിയാഴ്ച ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അള്ളാഹ് വിളിച്ചിട്ടാണ് നമ്മളൊക്കെ വരുന്നത്. ഇതില് പള്ളിയില് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എത്തിയ ആളുകളുണ്ട്, കുറെ ആളുകൾ എത്തിയിട്ടുണ്ട്. വേറെ കുറെ ആളുകൾ അവസാനം വെച്ച് വരുന്നവരുണ്ട്. യാത്ര ഒക്കെ ആയിരിക്കാം. ബോധപൂർവം എന്ത് വെള്ളിയാഴ്ച, എന്ത് ഖുതുബ എന്ന ധാരണയിലാണ് പള്ളിയിലേക്ക് വന്നത് എങ്കിൽ അത് അള്ളാഹുവിനെ നിന്ദിക്കലാണ്, വെള്ളിയാഴ്ച ദിവസത്തെ നിന്ദിക്കലാണ്, ഈ മിമ്പറിനെ നിന്ദിക്കലാണ്. അതുകൊണ്ട് ജുമാക്ക് വരുമ്പോൾ നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കാം. ഒരുപാട് ചെറുപ്പക്കാര് നേരം വൈകിട്ട ജുമാക്കൊക്കെ വരുന്നത്. ഇവിടെ നടക്കുന്ന ഖുതുബ അറബിയിലല്ല. അറബിയിൽ നടക്കുന്ന ഖുതുബ എവിടൊക്കെ നടക്കുന്നുണ്ടോ ആ പള്ളികളിലൊക്കെ ചെറുപ്പക്കാര് ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ് കയറി പോവാ. നമ്മുടെ സമൂഹത്തിന്റെ ദുരന്തമാണത്. പക്ഷേ ഇതുപോലെയുള്ള പള്ളികളിൽ ജുമാ ഖുതുബ ശുദ്ധമായ മലയാള ഭാഷയിലാണ്. ബോധവൽക്കരിക്കുകയാണ് സമൂഹത്തെ. ആ ബോധവൽക്കരിക്കുന്നത് പോലും കേൾക്കുവാൻ താല്പര്യമില്ലാതെ തോന്നിയതുപോലെ വെയ്യൊക്കെ കയറി വരുന്ന അവസ്ഥ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ മഹലിലുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ എല്ലാവരും ആ വിഷയത്തിൽ ഇടപെടണം. നേരം വൈകി വരുന്ന ആളുകളെ എന്താ നേരം വൈകി വരുന്നത് ചോദിക്കണം. കുറച്ച് നേരത്തെ വന്നൂടെ, വെള്ളിയാഴ്ച ദിവസമല്ലേ, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണ്ടേ എന്ന നിലക്കുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ ആദരിക്കാൻ പഠിക്കണം. അതിൽ എണ്ണിക്കുന്ന മക്കളായി, ചെറുപ്പക്കാരായി നാം മാറാൻ പാടുള്ളതല്ല ഇത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് ഹസനാർ സാഹിബ്, എൻ്റെ കൂടെ പഠിച്ച വ്യക്തിയാണ് ഹസനാർ മാഷ്. അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടു, എല്ലാവർക്കും അറിയാം. ഞാനും മയ്യത്ത് നമസ്കാരത്തിലൊക്കെ പങ്കെടുത്തു, കബറടക്കത്തിലൊക്കെ പങ്കെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പിതാവിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, ഖബറിടം സ്വർഗ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിലുണ്ടായ വിഷമവും പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ നാട്ടിലെ ഒരു ഇബ്രാഹിം മാഷെപ്പറ്റി പറഞ്ഞിരുന്നു. 2 മാസം മുമ്പ് ചെറിയപെരുന്നാളിലെ പിറ്റേ ദിവസം 5.5 അടി ഉയരത്തിൽ നിന്ന് ബാക്കോട്ട് വീണ് നട്ടെല്ല് തകർന്ന് കിടപ്പിലായിരുന്ന ഇബ്രാഹിം മാഷ്, അദ്ദേഹം ഇന്ന് രാവിലെ 7:50 അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.